റിപ്പോർട്ടർ ബ്രേക്കിംഗ്. PSCക്കെതിരെ പരീക്ഷാക്രമക്കേട് പരാതിയും നിയമന വിവാദവും. ആസൂത്രണ ബോർഡിലെ ഉന്നത പരീക്ഷയിൽ പരാതിയുമായി ഉദ്യോഗാർത്ഥികൾ കോടതിയിൽ. ഉത്തരക്കടലാസ് പൂർണ്ണമായി പരിശോധിച്ചിട്ടില്ല എന്നാണ് പരാതി. പിഴവ് തിരുത്താതെ നിയമന ശുപാർശയും അതിവേഗം നൽകി. റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് 3 ആഴ്ചക്കുള്ളിലാണ് നിയമന ശുപാർശ നൽകിയത്. ഇടതനുകൂല സംഘടനയിലെ അംഗത്തിനാണ് 1ാം റാങ്ക് കിട്ടിയത്. അഭിമുഖത്തിലും എഴുത്തു പരീക്ഷയിലും കിട്ടിയ മാർക്ക് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മറച്ചുവെക്കുകയും ചെയ്തു. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചിട്ടും ഉത്തരക്കടലാസ് നൽകിയില്ല. ഒടുവിൽ ഉദ്യോഗാർത്ഥികൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചിരിക്കുകയാണ്. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, PSC പരീക്ഷയുമായി ബന്ധപ്പെട്ട വലിയ ആരോപണമാണ് ഉന്നയിക്കപ്പെടുന്നത്. വിവരാവകാശ പ്രകാരം അപേക്ഷ നൽകിയിട്ടും ഉത്തരപേപ്പർ നൽകിയില്ല എങ്കിൽ അതിൽ മറച്ചുവെക്കാനുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികളുടെ ആരോപണം. മധു, അതീവ ഗുരുതരമായ പരാതിയാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ നൽകുന്നത്. ഇത് സംബന്ധിച്ച നിയമ പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു. മുഖ്യമന്ത്രിക്കും PSC ചെയർമാനടക്കം പരാതി നൽകാൻ തയ്യാറെടുക്കുകയാണ്. കാരണം ഇതിൽ ചീഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ തസ്തികയിലേക്കുള്ള പരീക്ഷയിലാണ്. ആസൂത്രണ ബോർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികകളിൽ ഒന്നാണിത്. ഈ പരീക്ഷയിലാണ് അട്ടിമറി നടന്നു എന്ന പരാതി ഉയരുന്നത്. ഇതിൽ റാങ്ക് പട്ടിക പുറത്തിറങ്ങിയപ്പോൾ അതിൽ 1ാം റാങ്കുകാരൻ ഇടത് യൂണിയൻ നേതാവ് കൂടിയാണെന്ന പരാതി ഉയരുന്നു. അതിനപ്പുറത്തേക്ക് ഈ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ എല്ലാ ഉത്തരങ്ങളും പരിശോധിച്ചില്ല എന്നതാണ് പ്രധാനപ്പെട്ട പരാതി. 10 ഉത്തരങ്ങളെങ്കിലും പരിശോധിക്കപ്പെട്ടിട്ടില്ല എന്ന അതീവ ഗുരുതരമായ പരാതി. ഈ ഉത്തരക്കടലാസുകൾ അതിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകാൻ തയ്യാറായില്ല. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ അവിടെ ചൂണ്ടിക്കാട്ടുന്നു. മാത്രവുമല്ല, ഇതിൽ പരീക്ഷയിൽ ക്രമക്കേട് ആരോപണം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ധൃതി പിടിച്ചുകൊണ്ട് അവിടെ നിയമനം നൽകി എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം. അങ്ങനെ ഒരു പരാതി ഉയർന്നു കഴിഞ്ഞാൽ അതിലൊരു പുനഃപരിശോധന നടക്കേണ്ടതാണ്, അതിൽ അന്വേഷണം നടക്കേണ്ടതാണ്. അങ്ങനെ അന്വേഷണം ഒന്നും നടത്താതെ തന്നെ അഭിമുഖത്തിന്റെയും മാർക്ക് എത്രയാണെന്ന് വ്യക്തമാക്കാതെ റാങ്ക് പട്ടികയുണ്ടാക്കി. മാത്രമല്ല, ഇനി റാങ്ക് പട്ടിക പുറത്തു വന്ന് 3-4 ആഴ്ചക്കുള്ളിൽ നിയമനമടക്കമുള്ള കാര്യങ്ങളുമായി അതിവേഗം മുന്നോട്ട് പോയി തുടങ്ങിയ ആരോപണങ്ങളും ഉന്നയിക്കപ്പെടുകയാണ്. റോഷിപാൽ, മാധവ്, അങ്ങനെ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മാർക്ക് മറച്ചുവെക്കുന്നു. ഉത്തരക്കടലാസിന്റെ പകർപ്പ് ചോദിക്കുമ്പോൾ അത് നൽകുന്നില്ല. എന്നാൽ ആകട്ടെ ഏതാണ്ട് 3 ആഴ്ചക്കുള്ളിൽ അതിൽ റാങ്ക് പട്ടികയിൽ 1ാം സ്ഥാനക്കാരനായി എത്തിയ ഇടത് അംഗമായ യൂണിയൻ അംഗമായ നേതാവിന് നിയമനം നൽകുകയും ചെയ്തു. ഇവിടെ പരാതി ഉയർന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇത്തരം നിയമനങ്ങൾ അത് തൽക്കാലത്തേക്ക് മരവിപ്പിക്കുന്നതാണ് പതിവ്. പക്ഷേ ആ പതിവൊക്കെ തെറ്റിച്ചു. അതുകൊണ്ടാണ് ഇവർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചത്. ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ 3 ആഴ്ചക്കകം മറുപടി നൽകണമെന്നാവശ്യപ്പെട്ട് PSCക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതീവ ഗുരുതരമായ ഒരു അട്ടിമറി നടന്നു പരീക്ഷയിൽ എന്ന ആക്ഷേപമാണ്. കാരണം ഇത് ഡെപ്യൂട്ടി സെക്രട്ടറി അതിന് തക്കതായ ഒരു പദവി കൂടിയാണ്. അത്രയും പ്രധാനപ്പെട്ട ഉന്നത പദവിയിലേക്കുള്ള ഒരു പരീക്ഷയിലാണ് ഇങ്ങനെ ക്രമക്കേട് പിഴവും വന്നിരിക്കുന്നത് എന്ന ആക്ഷേപം ഉയർന്നു. അതിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ്, പ്രധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ് ഈ പരീക്ഷയിൽ പങ്കെടുത്തതും. അവരൊക്കെ ഈ പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള നീക്കമാണ്. ഇപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിയാണ് ട്രിബ്യൂണലിനെ സമീപിച്ചുകൊണ്ട് ഇപ്പോൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നതെങ്കിൽ മറ്റുള്ളവർ ഉടൻ തന്നെ PSC ചെയർമാനടക്കം പരാതി നൽകാനുള്ള തീരുമാനമെടുത്തു നിൽക്കുകയാണ്. മാധവ്, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. PSC പരീക്ഷയുമായി ബന്ധപ്പെട്ട വലിയ ക്രമക്കേട് എന്ന ആരോപണമാണ് ഉദ്യോഗാർത്ഥികൾ ഉന്നയിച്ചിരിക്കുന്നത്. ഒന്ന്, പരീക്ഷാ പേപ്പർ പൂർണ്ണമായും പരിശോധിച്ചിട്ടില്ല. 10 ചോദ്യങ്ങളുടെയെങ്കിലും മാർക്കുകൾ പരിശോധിക്കാതെയാണ് റാങ്ക് പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത്. ഇനി പരീക്ഷയുടെ തന്നെ ഫലം എത്രയാണ് എന്നുള്ളതും അതിനുശേഷം നടന്ന അഭിമുഖത്തിന്റെ മാർക്ക് എത്രയാണ് എന്നതും വ്യക്തമാക്കാതെയാണ് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചത് എന്നും അതിനുശേഷം തിടുക്കമുണ്ടായി എന്നതും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ ട്രിബ്യൂണലിനെ സമീപിച്ചിരിക്കുന്നത്.